മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ 65 ആണ്. എങ്ങനെയാണ് നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി. ഇത്രയാണ് നമ്മളിതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത്. പ്രധാനമായിട്ട് നമ്മൾക്ക് ഇതിൽ പെരുംജീരകത്തിൻ്റെ പൊടിയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനിഗർ. വെള്ളമൊന്നും നമ്മൾ ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ആദ്യം. നന്നായിട്ട് ഈ പൊടികളും വിനിഗറും എല്ലാം കൂടി ചേർത്ത് ഇളക്കി മിക്സ് ആക്കണം. അതിൻ്റെ ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് പുളിയില്ലാത്ത പാകത്തിന് പുളിയുള്ളതാണ്. പിന്നീട് ചേർത്ത് കൊടുത്ത് ഞാനൊരു മുട്ടയാണ്. ഇതെല്ലാം ചേർക്കുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിച്ച് കൊടുക്കരുത്. ഇനി എല്ലാം കൂടിയും മിക്സ് ആക്കണം. സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ ആണെങ്കിലും നമ്മുടെ സൗകര്യം പോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് എടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കൻ ഉണ്ട്. ചിക്കന് കൂടുതൽ എല്ലൊന്നും ഇല്ലാത്ത നല്ല പീസായിട്ടുള്ളത് തന്നെയാണ്. എങ്ങാനും ഒരു 1-2 എല്ല് പെട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഞാനെടുത്തിരിക്കുന്നത് എല്ലില്ലാതെ നല്ല കഷ്ണമായിട്ട് തന്നെയാണ്. ഇനി നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത്. ഇനി ഇത് 1/2 മണിക്കൂറോളം നമുക്ക് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള ഇതിൽ വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കണ്ട. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതെടുത്ത് തുറന്നു നോക്കി. ഇതുപോലെ എല്ലാ പീസിലേക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് 1/2 ടീസ്പൂൺ, രണ്ടും ഏകദേശം ഒപ്പായിട്ട് തന്നെ എടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് ആ പൊടികളൊക്കെ ചേർത്ത സമയത്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷമാണ് ചേർത്ത് കൊടുത്തത്. അത് സൗകര്യം പോലെ ചെയ്താൽ മതിയാവും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണയിൽ, നമ്മൾ ഫുൾ എണ്ണയിൽ തന്നെയാണ് ഇത് വറുത്തെടുക്കേണ്ടത്. എണ്ണ ഒഴിച്ച് കൊടുത്തു. നന്നായി ചൂടായ ശേഷം ഓരോ പീസായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടുന്നു. നല്ല എണ്ണ ചൂടായ ശേഷം ഒരു നോർമൽ ചൂടിലേക്ക് ഇത് മാറ്റണം. കാരണം അകത്തുള്ള ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണം, പുറമേ കരിഞ്ഞു പോവാതെ 2 സൈഡും ഒരുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് കുറച്ച് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കളറ് വേണമെങ്കിൽ ഫുഡ് കളർ, എന്തെങ്കിലും റെഡ് കളർ വേണ്ടവർക്ക് ചേർക്കാം. പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിത് ടേസ്റ്റിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. കളറ് ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചാലും ഒരേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുക. കളറ് മാത്രം കുറച്ച് കൂടി കിട്ടുന്നേ ഉള്ളൂ. നല്ല രുചിയാണ് ഇതുപോലെ വറുത്തെടുത്താൽ. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്താൽ എപ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കും. കൂടുതൽ സമയമൊന്നും ഇതിന് വേണ്ട, ഐറ്റംസും കൂടുതൽ വേണ്ട. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് എണ്ണയിൽ കടന്നിട്ട് മൂത്ത് കിട്ടണം. അപ്പോൾ 2 സൈഡും ഏകദേശം നന്നായി വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
തീ നമ്മൾ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം, കൂടുതൽ കൂട്ടി വയ്ക്കരുത്. ഇതുപോലത്തെ കളറിലാണ് നമുക്കിത് കിട്ടുക. യാതൊരു കുഴപ്പമില്ല, നല്ല രുചിയാണ് ഇതിന്. ഇതുപോലെ ഞാൻ എല്ലാം വറുത്തെടുത്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കഴുകി നന്നായിട്ട് നമ്മൾ വല്ല ടിഷ്യൂ പേപ്പറിൽ എന്തിലെങ്കിലും വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് വറുത്തിടേണ്ടതും കൂടി ആവശ്യമുണ്ട്. ഞാൻ 2 ട്രിപ്പായിട്ട് ഇത് വറുത്തെടുത്തു. ഇതുപോലെ എണ്ണയിൽ കൊള്ളുന്ന അത്രയും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. കുറച്ചധികം കറിവേപ്പില തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെയാണ് ചെയ്തത് ഞാൻ. എണ്ണ പരമാവധി നമ്മൾ ചൂട് കുറച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പൊട്ടി നമ്മുടെ മേലിക്കൊക്കെ ആവേണ്ട ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. അവസാനം ചെയ്താൽ മതി, ഫസ്റ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് വറുത്തെടുത്ത ശേഷം അതേ എണ്ണയിൽ തന്നെ ഈ കറിവേപ്പില നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഇനി അത് കോരി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്തയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുപോലെയാണ് നമുക്ക് ഇത് കിട്ടുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.